നമസ്കാരം. ഇന്ന് ഏതാണ്ട് 14-15 ദിവസത്തോളമാകുന്നു അങ്കോള ദുരന്തം നടന്നിട്ട്. നമ്മുടെ കോഴിക്കോടുകാരനായ അർജുനൻ എന്ന 30 വയസ്സുകാരനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയെയും ഒരുമിച്ച് കാണാതാവുകയായിരുന്നു. അന്നു മുതൽ തിരച്ചിലായിരുന്നു അർജുനെ കണ്ടെത്താൻ വേണ്ടി, ലോറി കണ്ടെത്താൻ വേണ്ടി. പക്ഷെ ആ ദിവസങ്ങളിൽ ഒന്നും തന്നെ ലോറിയെയും കണ്ടെത്താനായില്ല, അർജുനെയും കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയുന്നു ലോറി കരയിലല്ല, നദിക്കകത്ത് ആണ് എന്നുള്ളത്. അപ്പോൾ നദിക്കകത്ത് മണ്ണ് വീണ് പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ലോറിയുടെ അടുത്തേക്ക് എത്താൻ ഒരു രീതിയിലും പറ്റുന്നില്ല. ഈ 14-15 ദിവസത്തോളം എല്ലാ സാങ്കേതിക വിദ്യകളും, സൈന്യവും പട്ടാളവും മറ്റ് നൂതന സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. ലോറി എവിടെയോ മണ്ണിൻ്റെ അടിയിൽ കിടപ്പുണ്ട് എന്നല്ലാതെ യാതൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപാട് വ്യക്തികൾ, മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വന്ന് നോക്കി, അവരും പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ പരിശോധനയില്ല, ആരും തന്നെ അവിടെ ഇല്ല. ഈ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ആരും തന്നെ ഇല്ല. കാരണം സൈന്യവും അങ്ങനെ പറയത്തക്കതായ യാതൊരു കാര്യങ്ങളില്ല. പോലീസ് പോയി, മാധ്യമപ്രവർത്തകർ പോയി, അവിടെ തടിച്ചുകൂടിയ വലിയ ജനങ്ങൾ പോയി. കർണാടക സർക്കാർ അവിടുത്തെ ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ തിരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് തൽക്കാലം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കർണാടക സർക്കാർ തിരച്ചിൽ മൊത്തത്തിൽ അവർ പറഞ്ഞേക്കുന്നത് തൽക്കാലം 2 ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്നാണ്. നമുക്കറിയാം, ഒരു കാര്യം അന്നേരം നടന്നു, മാറ്റി വെച്ചാൽ അത് പിന്നെ നടക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരിങ്ങനെ മയത്തിൽ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നടത്താമെന്നുള്ള മയത്തിൽ അവർ കാര്യം ഉപേക്ഷിച്ചേക്കുവാണ് കേട്ടോ. എന്തുമായാലും നമ്മുടെ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വിഷമം, ഈ കേരളക്കരയാകെ നമുക്കറിയാം, ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ഈ കോടിക്കണക്കിന് വരുന്ന ആൾക്കാർ ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചു, ഒരേ സ്വരത്തിൽ ഈശ്വരനോട് യാചിച്ചു. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അർജുന ജീവനോട് തിരിച്ചു വരണേന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷേ ഇത്രയും ദിവസമായപ്പോൾ ഒരു വ്യക്തിക്ക് മണ്ണിനടിയിലായാലും വെള്ളത്തിൻ്റെ അടിയിലായാലും ഒക്കെ തന്നെ ജീവനോടെ ഇത്രയും ദിവസം ഇരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മളെല്ലാം തിരിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആ ശരീരമെങ്കിലും, ജീവനറ്റതായാലും വേണ്ടിയില്ല, ആ ശരീരമെങ്കിലും ആ വീട്ടുകാർക്ക്, ആ അമ്മയ്ക്കുമൊക്കെ ഒരു നോക്ക് കാണാൻ അവസാനമായിട്ട് ഒരവസരം ഈശ്വരൻ കൊടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. ആ അമ്മയ്ക്ക് ഇനി എത്ര കാലം തൻ്റെ മകന് ഒരു തടി യാത്രയ്ക്കായിട്ട് പോയി, ആ ഒരു ഓർമ്മയിലായിരിക്കുമല്ലോ ആ അമ്മയും കുടുംബവും എല്ലാം. ആ അമ്മ മരിക്കുന്ന സമയം വരെയും തൻ്റെ മകൻ്റെ ആ ഒരു മകൻ വരും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇരിക്കുക. അപ്പോൾ അവസാനമായിട്ടെങ്കിലും ഒരു നോക്ക് കാണാൻ ഈശ്വര ഈ ഒരു അവസരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതെല്ലാം പോട്ടെ, ആ ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇനി ജീവിതം എത്രയോ കിടക്കുന്നു. അത് ഇത്ര ഒരു ഹെവി ലോറിയൊക്കെ ഓടിച്ച് ഇത്രയും ദൂരത്തിലൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ കഴിയുക എന്ന് പറഞ്ഞത് തന്നെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത്രയ്ക്ക് മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് ആകസ്മികമായിട്ട് ഓർക്കാപ്പുറത്ത് എത്രയോ പ്രതീക്ഷകളുണ്ടായിരിക്കാം ജീവിതത്തിൽ അദ്ദേഹത്തിന്, ഇനി എത്രയോ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. ഒരു കുഞ്ഞുണ്ട്, ഒരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കുടുംബം, അദ്ദേഹത്തിന് തൻ്റെ മകനെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളുണ്ടായിരിക്കാം, തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് എത്രയോ സ്വപ്നങ്ങൾ, അതെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കിക്കൊണ്ട് നൊടിയിടയിൽ ഈ ദുരന്തം കവർന്നുകൊണ്ട് അദ്ദേഹത്തെ പോയിരിക്കുന്നത്. ഏത് അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല അല്ലേ. ആ ഈശ്വരൻ ചെയ്യുന്ന ഓരോ ദുഷ്ടതകൾ, ഓരോ ക്രൂരതകൾ, എന്തൊക്കെയാണ് ഭഗവാൻ ഈശ്വരനായി ഈ ലോകത്ത് നടത്തുന്ന വിക്രിയകളൊക്കെ, കഷ്ടം നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ സർക്കാരൊക്കെ തിരച്ചിൽ നിർത്തി. ഇനി ഒരു പക്ഷേ തിരച്ചിലിൽ കൂടി നമുക്ക് അർജുനെ കിട്ടും എന്നൊരു പ്രതീക്ഷ എനിക്ക് വക ഇല്ലാണ്ടായിരിക്കുന്നു. കാരണം അവിടെ ഇപ്പോൾ ഈ മണ്ണ്, അവിടെ ഗതാഗതം, ആ സ്ഥലത്ത് ഷിരൂറില്ല, ഗതാഗതമൊക്കെ തടസ്സപ്പെട്ട് കിടക്കാൻ ഇത്രയും ദിവസം കൊണ്ട് മണ്ണും എല്ലാം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണുകളൊക്കെ മണ്ണെല്ലാം നിരത്തിയാണ് അവിടെ ഒരു ഇത് വെച്ചിട്ട് മണ്ണെല്ലാം നിരത്തുന്നു, ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ട്. എത്രയും വേഗം അതിലേക്കൂടെ ഗതാഗതം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ സർക്കാർ അവിടെ നടത്തുന്നത്. തിരച്ചിലൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടേക്കൂടെ വണ്ടി ഓടി പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമം മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല. ബാക്കി മൊത്തം ശൂന്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും എങ്ങും എത്താതെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം എവിടെയാണോ എങ്ങനെയാണോ എന്നറിയാതെ
കുറേ ദിവസത്തെ 10-15 ദിവസത്തെ തിരച്ചിൽ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു കണ്ണീർ തൂക്കിക്കൊണ്ട് ആ ഓർമ്മകൾ മാത്രമായിരിക്കും അവശേഷിക്കുക.